ഡയറ്റ് ചെയ്യുന്നവർക്കും വളരെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുള്ളവർക്കുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. പച്ചക്കറികളും മുട്ടയും റാഗിയും ഒക്കെ വെച്ചുണ്ടാക്കുന്ന ഈ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് റാഗിപ്പൊടിയും 1 മുട്ടയും എടുത്തിട്ടുണ്ട്. റാഗിക്ക് പകരം നിങ്ങൾക്ക് ഓട്സ് പൊടിച്ചതും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറികൾ കൂടി എടുക്കുന്നുണ്ട്. 2 ചെറിയ ക്യാരറ്റ്, ഇത് നീളത്തിൽ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ക്യാപ്സിക്കം, അതും നേർമയായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ 1 ക്യാബേജിന്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതും വളരെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം വളരെ നേർമയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയൊക്കെ ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകവും ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കളയാൻ വളരെ നല്ലതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് റാഗിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റാഗിപ്പൊടി മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്താൽ ഒരു ബൈൻഡിങ് കിട്ടില്ല. അതിനുവേണ്ടി 1 മുട്ട നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് എല്ലാത്തിനും കൂടി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ചെറിയ എരിവിന് വേണ്ടി 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എനിക്കിവിടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ആ 1 മുട്ടയിൽ നിന്ന് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാൻ പറ്റി. നിങ്ങൾക്ക് അഥവാ വെള്ളത്തിൻ്റെ കുറച്ച് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് ലൂസാക്കി എടുക്കരുത്. ഇപ്പോൾ പച്ചക്കറികളും റാഗിയും മുട്ടയും ഒക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾക്ക് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു ദോശ തവ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ പച്ചക്കറി കൂട്ട് വെച്ച് കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിൽ വേണം നമ്മൾക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് പരത്തിയതിന് ശേഷം നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഏകദേശം നമ്മളുടെ കിളിക്കൂടിൻ്റെ ഒക്കെ ഒരു ആകൃതിയിൽ വേണം നമ്മൾക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഈ ഒരു രീതിയിൽ റൗണ്ടിൽ നടുക്കൊരു ഹോളായിട്ട് നമ്മൾക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ നടുക്കത്തെ ഹോളിലേക്ക് 1 മുട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇത് പൊട്ടാതെ ഒഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നതൊക്കെ ഇതുപോലെ ഒന്ന് നമ്മൾക്ക് നീക്കി അങ്ങോട്ടേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ആ മുട്ടയുടെ പുറത്തേക്ക് ഫ്ലേവറിന് വേണ്ടി ഒരിത്തിരി കുരുമുളക് പൊടി നമ്മൾക്ക് തൂവി കൊടുത്തതിന് ശേഷം മൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമ്മൾക്ക് ഒരു ഭാഗം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മുട്ട പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ മൂടി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ വളരെ നേർമയായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. ഇനി ഇത് നമ്മൾക്ക് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ നമ്മൾക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം.
പച്ചക്കറികളും റാഗിയും മുട്ടയും ഒക്കെ ചേർത്തിട്ടുള്ള നമ്മളുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ചാൽ തന്നെ വയറ് നല്ല ഫില്ലിംഗ് ആവും. ഇതിനി നമ്മൾക്ക് നടുവേ ഒന്ന് മുറിച്ച് നോക്കാം. മുട്ടയും പച്ചക്കറിയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഈ ഹെൽത്തി സ്നാക്ക് ഇഷ്ടമാവും.